الحمد لله وحده والصلاة والسلام على من لا نبي بعده وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد إخواني في الله أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا لا تكونوا كالذين آذوا موسى فبرأه الله مما قالوا وكان عند الله وجيها പ്രിയമുള്ള വിശ്വാസികൾ, സർവശക്തനായ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമെന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, ഒരു സംഭവത്തിലൂടെ വിഷയത്തിലേക്ക് കടന്നു പോകാം. ഒരു ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളൊന്നും ശ്രദ്ധിക്കാത്ത ഒരു ദരിദ്രനായ മനുഷ്യൻ ജനങ്ങളുടെ അരികിൽ നടന്നു പോയാൽ ആരും തിരിഞ്ഞു നോക്കി. അയാൾ മരണമടഞ്ഞു. മരിച്ചപ്പോ ജനാദ നമസ്കരിക്കാനായി വലിയ ജനക്കൂട്ടം ഒരുമിച്ച് കൂടി. നാട്ടുകാർ അത്ഭുതത്തോടെ ചോദിച്ചു, എന്താ അയാളുടെ പ്രത്യേകത? അങ്ങനെ ചില ആളുകൾ മറുപടി പറഞ്ഞു, അയാൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, ജനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുമ്പോൾ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കരയും. അതേപോലെ ആളുകൾ അയാളോട് എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് പറഞ്ഞാൽ അയാൾ സഹായിക്കും, അയാൾക്ക് കഴിയുന്ന രൂപത്തിൽ സഹായ സഹകരണം നൽകും. ജനങ്ങൾ മറ്റുള്ളവരെ അപവാദം പറയണേ കേട്ടാൽ ആ സ്ഥലത്ത് നിന്ന് അയാൾ ഒഴിഞ്ഞു നിൽക്കുകയോ നിശബ്ദനായി നിൽക്കുകയോ ചെയ്യും. ആ അപവാദത്തിൽ അയാൾ പങ്കെടുക്കില്ല. അയാൾ ആക്രമിച്ചാൽ മാപ്പ് നൽകും. എന്ന് പറഞ്ഞാൽ അയാൾക്ക് ആരെങ്കിലും അയാൾ ആക്രമിച്ചാൽ അയാൾ മാപ്പ് നൽകും. തെറ്റ് ചെയ്താൽ ഉടനെ ഇസ്തിഗ്ഫാർ തേടും. ഇതാണ് അയാളുടെ. പക്ഷെ ജനങ്ങളുടെ അടുക്കൽ അയാൾ വലിയ മാന്യനൊന്നുമല്ല. ജനങ്ങളുടെ അടുക്കൽ വലിയ സ്ഥാനവും മാനവും പദവിയൊന്നുമില്ല. അള്ളാഹുവിൻ്റെ അടുക്കലാണ് അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്ഥാനവും മാനവും. ഇതാണ് ഞാൻ നിങ്ങളെ ഓതി വെച്ച വിശുദ്ധ ഖുർആനിലെ ആ ആയത്ത് ലോകത്തെ പഠിപ്പിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ലാ തകൂനു കല്ലദീന ആദൗ മൂസ, മൂസാ നബി അലൈഹിസ്സലാമിനെ ശല്യപ്പെടുത്തിയതുപോലെയുള്ള ആ ആളുകളെ പോലെ നിങ്ങൾ ആവരുത്. ഫബറഅഹു അല്ലാഹു മിമ്മാ ഖാലു, അവര് പറഞ്ഞതിൽ നിന്ന് അല്ലാഹു അദ്ദേഹത്തെ മുക്തനാക്കി. എന്നിട്ട് പറയാം, മൂസാ നബിയുടെ ക്വാളിഫിക്കേഷൻ അല്ലാഹു തആല പറയാൻ, വകാന ഇൻദല്ലാഹി വജീഹ, അല്ലാഹുവിന്റെ അടുക്കൽ ഉത്കൃഷ്ടനായ സ്ഥാനമുള്ള പദവിയുള്ള വ്യക്തിയായിരുന്നു മൂസാ നബി അലൈഹിസ്സലാം എന്നുള്ളതാണ്. ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വന്ന് നോക്കൂ. പദവിക്കും പ്രശസ്തിക്കും വേണ്ടിയാണ് ആളുകൾ ഇന്ന് മത്സരിച്ചോടുന്നത്, അല്ലേ? അതിനാണ് മനുഷ്യന്റെ അതിയായ സന്തോഷം. അവന് അന്തസ്സ് വേണം, പദവി വേണം, ഞാൻ ബഹുമാനിക്കപ്പെടണം, ആളുകൾ എന്നെ ബഹുമാനിക്കണം, എനിക്ക് സ്ഥാനം വേണം എന്ന് ആഗ്രഹിക്കാത്ത മനുഷ്യൻ ആരാണുള്ളത് സഹോദരന്മാർ? ഇത് മനുഷ്യന്റെ ആ ജന്മന അല്ലാഹു തആല നൽകിയിട്ടുള്ള ഒരു പ്രകൃതി സ്വഭാവമാണ്. സ്ഥാനവും മാനവും അന്തസ്സും പദവിയും ഒക്കെ തേടിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. സഹോദരന്മാരെ, ഇത് ഇസ്ലാം വിരോധിക്കുന്നില്ല. പക്ഷേ അത് ദുനിയാവിൽ മാത്രം ഒതുങ്ങാൻ പാടുള്ളതല്ല എന്നുള്ളതാണ് അതിന് നമ്മളെ പഠിപ്പിക്കുന്നത്.
അള്ളാഹുവിന്റെ അടുക്കലാണ് യഥാർത്ഥ അന്തസ്സും സ്ഥാനവും പദവിയും ബഹുമാനവും നമുക്ക് വേണ്ടത്. അതിനാണ് മനുഷ്യൻ മത്സരിക്കേണ്ടത്. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാമിനെ പ്രശംസിച്ചുകൊണ്ട് ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് വകാന ഇൻദല്ലാഹി വജിഹ. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ അടുക്കൽ മഹത്തായ സ്ഥാനവും പദവിയും ബഹുമാനവും ഉള്ളവനായിരുന്നു എന്ന് അള്ളാഹു തആല സർട്ടിഫിക്കറ്റ് കൊടുക്കും. മഹാനായ ഈസാ നബിയെ പറഞ്ഞെടുത്തും അത് തന്നെയാണ് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വജീഹൻ ഫിദ്ദുനിയാ വൽ ആഖിറ. ഇരുലോകത്തും പരലോകത്തും ഇഹലോകത്തും സ്ഥാനമുള്ള ആളാണ്. വമിനൽ മുഖറബീൻ. അള്ളാഹുവിന്റെ അടുക്കൽ സാമീപ്യസ്ഥനായ ആളാണ് ഈസാ നബി അലൈഹിസ്സലാം എന്ന് ഈസാ നബിക്ക് അള്ളാഹു തആല സർട്ടിഫിക്കറ്റ് നൽകട്ടെ. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പല സ്ഥലങ്ങളിലും അള്ളാഹു എന്ന നാമം പറഞ്ഞെടുത്തൊക്കെ പല സ്ഥലങ്ങളിലും അതിനോട് അന്വരിച്ചുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രസ്താവിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. ബാങ്ക് കൊടുക്കുന്ന രംഗത്ത്, അത്തഹിയാത്തിന്റെ രംഗത്ത്, അങ്ങനെ പല രംഗത്തിലും പല പ്രാർത്ഥനകളുടെ രംഗത്തുമൊക്കെ അല്ലാഹു തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അല്ലെ, വറഫഅനാ ലക ദിക്റക് എന്ന് വിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബിയുടെ കീർത്തി, നിന്റെ കീർത്തി, ആ പ്രശസ്തി നാം ഉയർത്തി തന്നില്ലേ എന്ന് അല്ലാഹു തആല ചോദിക്കുന്നുണ്ട് സഹോദരന്മാർ. അപ്പോ സ്ഥാനവും മാനവും പദവിയും യശസ്സും ഒക്കെ ആഗ്രഹിക്കുക, കൊതിക്കുക എന്നുള്ളത് മനുഷ്യ സ്വഭാവമാണെങ്കിലും അത് അള്ളാഹുവിന്റെ അടുക്കലായിരിക്കണം നാം കൊതിക്കേണ്ടത് എന്നതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് സഹാബാക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രൂപത്തിൽ പഠിപ്പിക്കുന്നത് കാണാം. മഹാനായ സാഹിർ എന്ന പേര് വിളിക്കുന്ന ഒരു സഹാബി, മരുഭൂവാസിയായ അദ്ദേഹം, കാണാൻ വൈരൂപ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അല്ലേ, തന്റെ കച്ചവടച്ചരക്ക് ഇങ്ങനെ വിൽക്കുന്നതിൻ്റെ ഇടയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നിലൂടെ ചെന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ മുഖം പൊത്തിക്കൊണ്ട് ആലിംഗനം ചെയ്തു. എന്നിട്ട് ചോദിക്കുകയാണ്, മൻ യസ്തരി ഹാദൽ അബ്ദ, ഈ അടിമയെ അഥവാ ഈ കാണാൻ കോലമില്ലാത്ത വികൃതനായ ആ മനുഷ്യനെ ആരാണ്, ഈ അടിമയെ വാങ്ങാൻ ആരുണ്ട് എന്ന് പ്രവാചകൻ ചോദിച്ചു. അപ്പൊ ആ സഹാബി നബിയോട് ചോദിക്കാൻ, യാ റസൂലല്ലാഹ് ഇദൻ വല്ലാഹി തജ്ദിനി കാസിദ, ഇദൻ വല്ലാഹി തജ്ദിനി കാസിദ, നീ എന്നെ ഒരു എടുക്കാച്ചരക്കായിട്ട്, ചെലവാവാത്ത ഒരു ചരക്കായിട്ടാണോ പ്രവാചകരെ താങ്കൾ എന്നെ മനസ്സിലാക്കുന്നത്? ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ മറുപടി പറഞ്ഞു, ബൽ അൻത ഇൻദല്ലാഹ്, നീ പടച്ച തമ്പുരാന്റെ അടുത്ത് വളരെ മൂല്യമുള്ള വിലയുള്ള വസ്തുവാണ് നീ എന്ന് പ്രവാചകൻ മറുപടി പറയേണ്ടായി. നോക്കൂ നിങ്ങൾ, കാണാൻ വൈരൂപ്യമുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തെ പറ്റി പ്രവാചകൻ പറഞ്ഞത് അള്ളാഹുവിന്റെ അടുക്കൽ നീ മഹാനാണ് എന്നുള്ളതാണ്. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ കൂട്ടത്തിൽ ജുലൈബീബ് എന്ന പേരായ മുഖം വൈരൂപ്യമുള്ള ഒരാളുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു ആര് വിവാഹം ചോദിച്ചു വന്നാലും ആരും അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുക്കൂല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വിവാഹം വാഗ്ദാനം ചെയ്തു. എന്നിട്ട് സഹാബി ചോദിക്കാണ്, വാഗ്ദാനം ചെയ്തപ്പോൾ അത്ഭുതത്തോടു കൂടി ആൾ ചോദിക്കാൻ, ഇതൻ തജുദിനി കാസിദ, ആരും എനിക്ക് വിവാഹം കഴിച്ചു തരൂല, നീ എന്നെ ഒരു എടുക്കാച്ചരക്കായിട്ടാണോ കാണുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, വൈറ അന്നക ഇൻദല്ലാഹ് ലസ്ത ബികാസിദിൻ, അല്ലാഹുവിന്റെ അടുക്കൽ നീ എടുക്കാച്ചരക്കല്ല, നല്ല വിലയുള്ളവനാണ് നീ. ഫസവ്വജഹു ഇംറഅതൻ മിനൽ അൻസാർ, അൻസാരികളിൽപ്പെട്ട ഒരു സ്ത്രീ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുക്കണ്ടേ. നോക്കൂ സഹോദരന്മാരെ, ഇത്തരത്തിലുള്ള പ്രശസ്തിക്കും അന്തസ്സിനും സ്ഥാനവും ലഭിക്കാനാണ് നമ്മളൊക്കെ വിശ്വാസികൾ എന്ന നിലക്ക് നാം എന്ത് ചെയ്യേണ്ടത്? മത്സരിക്കേണ്ടത്. മത്സരിക്കുന്നവർ, ഹിതമത്സരം നടത്തുന്നവർ ഇത്തരം കാര്യങ്ങൾ അഥവാ അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനവും മാനവും ലഭിക്കാനാണ് അവൻ മത്സരിക്കേണ്ടത് എന്നുള്ള. അപ്പൊ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനം, ആ പ്രശസ്തി, അതാണ് മഹത്തായ ശ്രേഷ്ഠത. അല്ലേ, അള്ളാഹുവിന്റെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയാണ്, അല്ലാഹു തആല പറയുന്നു ഖുദ്സി ഹദീസിൽ ഇങ്ങനെ കാണാം, അന ഇൻദവന്നി അബ്ദി ബി, എന്റെ അടിമ എന്നെ പറ്റി എങ്ങനെയാണോ ധരിച്ചു വെച്ചത് അതേ പ്രകാരമാണ് ഞാൻ. വഅനമാഹു ഇദാ ദക്കറനി, എന്റെ അടിമ എന്നെ ദിക്ർ ചെയ്താൽ, ഓർക്കുമ്പോൾ ഞാൻ അവനോടൊപ്പമുണ്ട്. ഫഇൻ ദക്കറനി ഫീ നഫ്സി, ഒരടിമ തന്റെ മനസ്സിൽ അവനെ അല്ലാഹുവിനെ ഓർത്താൽ, ദക്കർതുഹു ഫീ നഫ്സി, അല്ലാഹു തആല അവനെ അല്ലാഹുവിന്റെ മനസ്സിൽ ഓർക്കും. വഇൻ ദക്കറനി ഫീ മലഇൻ, ഒരു കൂട്ടത്തിൽ, ആൾക്കൂട്ടത്തിൽ വെച്ച് അല്ലാഹുവിനെ ഒരാൾ ഓർത്താൽ, ദക്കർതുഹു ഫീ മലഇൻ ഖൈറിൻ മിൻഹു,
അതിനേക്കാൾ വലിയ കൂട്ടത്തിൽ അല്ലാഹു തആല ഈ മനുഷ്യനെ ഓർക്കും. വഇൻ തഖറബ ഇലൈഹി ബിശിബ്രിൻ, അല്ലാഹുവിനോട് ഒരു ഇഞ്ച് അടുത്താൽ തഖറബ്തു ഇലൈഹി ദിറാഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് ഒരു മുഴമെടുക്കും. തഖറബ്തു, അങ്ങനെ ഒരു മനുഷ്യൻ ഒരു ദിറാഅ എടുത്തു കഴിഞ്ഞാൽ തഖറബ്തു ഇലൈഹി ബാഅ, ഒരു മുഴം കൈയും ഒരു കൈ മുഴുക്കയുള്ള അത്രയും ഭാഗം അല്ലാഹു തആല മനുഷ്യനോട് അടുക്കും. വഇൻ അതാനി യംശി, ആ മനുഷ്യൻ എന്നോട് എൻ്റെ അടുത്തേക്ക് നടന്നു വന്നാൽ അതൈതുഹു ഹർവല, അവൻ്റെ അടുത്തേക്ക് ഞാൻ ഓടിയെത്തും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളുടെ മഹത്വം എങ്ങനെയാണ് നാം കീർത്തിയും പ്രശസ്തിയും ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യേണ്ടത് എന്നതാണ് ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന സഹോദരന്മാര്. അതുകൊണ്ട് ഈ ഇങ്ങനെ കീർത്തിയും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അയാളെ സ്നേഹിക്കുകയും അയാളെ ആദരിക്കുകയും ചെയ്യുമെന്ന് പ്രവാചകന്റെ ഹദീസിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ തബാറക വ തആല, അല്ലാഹു തആല പറയാണ്, ഇദാ അഹബ്ബ അബ്ദൻ നാദാ ജിബ്രീൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ, ഒരു ദാസനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജിബ്രീൽ എന്ന മലക്കിനോട് വിളിച്ചു പറയും, ഇന്നല്ലാഹ ഖദ് അഹബ്ബ ഫുലാനൻ, അല്ലാഹു തആല ഇന്നാലിന്ന വ്യക്തിയെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, ഫഅഹിബ്ബഹു, അതുകൊണ്ട് ജിബ്രീലേ നീയും അവനെ ഇഷ്ടപ്പെടണം. ഫയുഹിബ്ബുഹു ജിബ്രീൽ, അങ്ങനെ ജിബ്രീൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടും. സുമ്മ യുനാദി ജിബ്രീൽ ഫിസ്സമാ, ആകാശ ലോകത്ത് പോയിട്ട് ജിബ്രീൽ മറ്റു മലക്കുകളോട് വിളിച്ചു പറയും, ഇന്നല്ലാഹ അഹബ്ബ ഫുലാനൻ, അല്ലാഹു തആല ഇന്നാലിന്ന വ്യക്തിയെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, ഫഅഹിബ്ബു, നിങ്ങളെല്ലാവരും അവനെ ഇഷ്ടപ്പെടുക. ഫയുഹിബ്ബുഹു അഹ്ലുസ്സമാ, ആകാശ ലോകത്തുള്ള മലക്കുകൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടും. മലക്കുകൾ മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ പറയാം, വയൂലഹു ലഹു അൽ ഖബൂൽ ഫി അഹ്ലിൽ അർള്, ഭൂമിയിൽ അദ്ദേഹത്തിന്റെ ഒരു സ്വീകാര്യത, അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാൽ ആളുകളൊക്കെ അത് സ്വീകരിക്കുന്ന, ഒരു ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരു സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുക്കും എന്നതാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, എങ്ങനെയാണ് കീർത്തിയും പ്രശസ്തിയും പദവിയും നേടേണ്ടത് എന്നതാണ് ആ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ അടുക്കലായിരിക്കണം സഹോദരന്മാരെ നാം അന്തസ്സ്. അതിനുള്ള മാർഗം എന്ന് പറയുന്നത്, ഏറ്റവും നല്ല മാർഗം നിരന്തരമായി അള്ളാഹുവിനെ ദിക്ർ ചെയ്യാം. ആ ദിക്റിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് വിശുദ്ധ ഖുർആൻ പാരായണം. ഫദ്കുറൂനി അദ്കുറുക്കും എന്ന് അല്ലാഹു തആല പറയുന്നത്. നിങ്ങൾ എന്നെ ഓർക്കുക, ഞാൻ നിങ്ങളെ ഓർക്കും. അതിൽ തിലാവത്തുൽ ഖുർആനിൽ പെട്ടതാണ്. നമസ്കാരത്തിന്റെ ശേഷം ദിക്ർ ചെയ്യുന്നത്, രാവിലെയും വൈകുന്നേരം ചെയ്യുന്ന അദ്കാർ സബാ, അതൊക്കെ അതിൽപ്പെട്ടതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതാണ്, വ അന മഅഹു ഇദാ ദക്കറനി, ഞാൻ അവനോടൊപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സഹായം അവൻ ദിക്ർ ചെയ്യുമ്പോഴൊക്കെ അവനുണ്ടാവും. രണ്ടാമത്തെ ഒരു കാര്യം, ഈ പ്രശസ്തി ലഭിക്കാൻ, സ്ഥാനവും പദവിയും അള്ളാഹുവിന്റെ അടുക്കൽ ലഭിക്കാൻ രണ്ടാമത്തെ കാര്യം, പണ്ഡിതന്മാർ എന്നിവണ് നമ്മളുടെ ഉത്തരവാദിത്വം നാം ചെയ്യണം. വാജിബാത്തായ നിർബന്ധ കാര്യങ്ങൾ നാം ചെയ്യണം. അതേപോലെ മുസ്തഹബായ കാര്യങ്ങൾ നാം വർദ്ധിക്കണം. ഹറാമായ കാര്യങ്ങൾ വെടിയണം. അതേപോലെ അനിഷ്ടകരമായ മക്റൂഹായ കാര്യങ്ങളിൽ നിന്ന് നാം വിട്ടുനിൽക്കണം. ഇതാണ് നോക്കൂ നിങ്ങൾ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസിൽ ഇങ്ങനെ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ഖാൽ മൻ ആദാലി വലിയൻ, എന്റെ വലിയനോട് ആരെങ്കിലും ശത്രുത വെച്ച് പുലർത്തിയാൽ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കും. വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മാ തറൽതു ഇലൈഹി, ഒരടിമ എന്നോട് ഏറ്റവും അടുക്കാനുള്ള കാരണമായി അവൻ അല്ലാഹു തആല ഫർളാക്കി നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ്. വമാ യദാലു അബ്ദി യതഖറബു ഇലൈഹി ബിന്നവാഫിൽ, സുന്നത്തായ കാര്യങ്ങളിലൂടെ, നവാഫിലായ സുന്നത്തായ കാര്യങ്ങളിലൂടെ ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ അടുക്കലേക്ക് അടുക്കാൻ സാധിക്കും. ഹത്താ അഹബ്ബഹു, അങ്ങനെ അല്ലാഹു തആല അവനെ ഇഷ്ടപ്പെടും. ഫഇദാ അഹബബ്തുഹു, അല്ലാഹു തആല അവനെ ഇഷ്ടപ്പെട്ടാൽ കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന ആ വാക്ക് ഞാനാകും, അതാ അല്ലാഹു ആകും. അവൻ കേൾക്കുന്ന, അവൻ കാണുന്ന കാഴ്ച ഞാനാകും. അതേപോലെ അവൻ പിടിക്കുന്ന കൈ ഞാനാകും, അവൻ നടക്കുന്ന കാല് ഞാനാകും. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് തൃപ്തിയുള്ള കാര്യത്തിലൂടെ മാത്രമേ അവൻ കേൾക്കുകയും കാണുകയും നടക്കുകയും ചെയ്യുകയും ചെയ്യുള്ളൂ എന്നതാണ്. എന്ന് മാത്രമല്ല സഹോദരന്മാരെ, ഹദീസ് അവസാനിക്കും, ആ മനുഷ്യൻ, അങ്ങനെയുള്ള അള്ളാഹുവിന്റെ അടുക്കൽ വജീഹായ മനുഷ്യൻ എന്നോട് ചോദിച്ചാൽ ലഅതിയന്നഹു, അവന് ഞാൻ നൽകുക തന്നെ ചെയ്യും. വല ഇൻ ഇസ്തആദനി, അവൻ എന്നോട് ശരണം തേടിയാൽ ലഅഈദന്നഹു,
അവന് ഞാൻ നരകത്തിൽ നിന്ന് രക്ഷ നൽകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുദ്സിയ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പൊ സഹോദരന്മാരെ, പ്രശസ്തി ലഭിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം അള്ളാഹുവുമായിട്ടുള്ള ബന്ധമാണ്. ഒരു മനുഷ്യൻ അള്ളാഹുമായിട്ടുള്ള ബന്ധം നിരന്തരമായി ദീനീ വിജ്ഞാനങ്ങൾ പഠിക്കുക, ഖുർആൻ പഠിക്കുക. യർഫഉല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത് പഠിക്കുകയും അതേപോലെ അറിവ് നേടുന്ന ആളുകളെ അല്ലാഹു തആല പദവികൾ ഉയർത്തിക്കൊണ്ടിരിക്കും ഇരുലോകത്തും എന്നതാണ്. അപ്പൊ അത് സഹോദരന്മാര്, ദുനിയാവിലെ പദവി മരണത്തോടു കൂടി അവസാനിക്കും സഹോദരന്മാര്, ഖബറിലേക്ക് കൊണ്ടുപോകുന്നവരെ ഉണ്ടാവുള്ളൂ. എന്നാൽ ആ അവസാനിക്കാത്ത സ്ഥാനവും പ്രശസ്തിയും പദവിയുമാണ് ഇൻദല്ലാഹ് വകാന ഇൻദല്ലാഹി വജീഹ എന്ന് പറയുന്നത്. അതാണ് സഹോദരന്മാരെ. അതുകൊണ്ട് ആ പ്രശസ്തി നേടുന്ന, ആ പദവി നേടുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്തഗ്ഫിറുല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇഖ്വാനി ഫില്ലാഹ്, ഉസീകും ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ഭക്തിയോടെ തഖ്വയോടെ ജീവിക്കണമെന്ന് ഒന്നുകൂടി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളറിയാതെ നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു തആല നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണമടഞ്ഞിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, പ്രസ്ഥാന ഭാരവാഹികൾ, പ്രവർത്തകർ, അവർക്കൊക്കെ അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു അവരോടൊപ്പം നമ്മയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹാ വദക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.